കേരള PSC സ്പോർട്സ് ക്വിസ് പാർട്ട് 2. ചോദ്യം 1. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ മുംബൈ, ബി ന്യൂഡൽഹി, സി ബാംഗ്ലൂരു, ഡി പട്യാല. The correct answer is ഓപ്ഷൻ ബി ന്യൂഡൽഹി. 1984 സ്ഥാപിതമായ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. രാജ്യത്തെ കായിക താരങ്ങൾക്ക് പരിശീലനവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്ന പ്രധാന സ്ഥാപനമാണിത്. ചോദ്യം 2. ഇന്ത്യയുടെ ആദ്യ വനിതാ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ആര്? ഓപ്ഷൻ എ സൈന നെഹ്വാൾ, ബി കർണം മല്ലേശ്വരി, സി മേരി കോം, ഡി PV സിന്ധു. ആൻസർ ഇസ് ഓപ്ഷൻ ബി കർണം മല്ലേശ്വരി. 2000 സിഡ്നി ഒളിമ്പിക്സിൽ ഭാരോദ്വഹനത്തിൽ വെങ്കല മെഡൽ നേടി ഇന്ത്യയുടെ ആദ്യ വനിതാ ഒളിമ്പിക്സ് മെഡൽ ജേതാവായി കർണം മല്ലേശ്വരി മാറി. ചോദ്യം 3. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾ ആരാണ്? ഓപ്ഷൻ എ ഓസ്ട്രേലിയ, ബി ഇന്ത്യ, സി ദക്ഷിണാഫ്രിക്ക, ഡി ന്യൂസിലൻഡ്. ആൻസർ ഇസ് ഓപ്ഷൻ ബി ഇന്ത്യ. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ സ്വന്തമാക്കി. ഫൈനലിൽ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത്. ഇത് ഇന്ത്യയുടെ 3ാമത്തെ ICC ചാമ്പ്യൻസ് ട്രോഫി വിജയമാണ്. ചോദ്യം 4. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ ആതിഥേയ രാജ്യം ഏത്? ഓപ്ഷൻ എ ഓസ്ട്രേലിയ, ബി ഇന്ത്യ, സി ഇംഗ്ലണ്ട്, ഡി ന്യൂസിലൻഡ്. ആൻസർ ഇസ് ഓപ്ഷൻ ബി ഇന്ത്യ. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന് ഇന്ത്യയാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യ 4ാം തവണയാണ് വനിതാ ലോകകപ്പിന് വേദിയാകുന്നത്. ചോദ്യം 5. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ വീണ്ടും ഉൾപ്പെടുത്തിയ കായിക ഇനം ഏതാണ്? ഓപ്ഷൻ എ കബഡി, ബി ക്രിക്കറ്റ്, സി ഖോഖോ, ഡി പോളോ. The correct answer is ഓപ്ഷൻ ബി ക്രിക്കറ്റ്. ക്രിക്കറ്റ് 128 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അവസാനമായി 1900 പാരീസ് ഒളിമ്പിക്സിലാണ് ക്രിക്കറ്റ് നടന്നത്. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ T20 ഫോർമാറ്റിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 6 ടീമുകൾ വീതം പങ്കെടുക്കും. ചോദ്യം 6. 2026 വനിതാ T20 ലോകകപ്പിന്റെ വേദി ഏത്? ഓപ്ഷൻ എ ഇന്ത്യ, ബി ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്, സി ഓസ്ട്രേലിയ, ഡി ദക്ഷിണാഫ്രിക്ക. The correct answer is ഓപ്ഷൻ ബി ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്. 2026 ICC വനിതാ T20 ലോകകപ്പിന് ഇംഗ്ലണ്ടും വെയിൽസും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നു. ലോകത്തിലെ മികച്ച വനിതാ ടീമുകൾ പങ്കെടുക്കുന്ന ഈ ടൂർണമെന്റ് വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ മത്സരങ്ങളിൽ ഒന്നാണ്. ചോദ്യം 7. 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക മുദ്രാവാക്യം ഏതാണ്? ഓപ്ഷൻ എ ടുഗദർ വി റൈസ്, ബി വി ആർ 26, സി ഫുട്ബോൾ ഫോർ ഓൾ, ഡി യുണൈറ്റഡ് ബൈ ഫുട്ബോൾ. The correct answer is ഓപ്ഷൻ ബി വി ആർ 26. ചോദ്യം 8. മത്സരങ്ങളുടെ എണ്ണം. 2026 ഫിഫ ലോകകപ്പിൽ ആകെ എത്ര മത്സരങ്ങളാണ് നടക്കുന്നത്? ഓപ്ഷൻ എ 64, ബി 80, സി 96, ഡി 104. The correct answer is ഓപ്ഷൻ ഡി 104. 48 ടീമുകളുള്ള പുതിയ ഫോർമാറ്റിൽ ആകെ 104 മത്സരങ്ങളാണ് നടക്കുക. ഇത് ഫിഫ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ടൂർണമെന്റ് ആയിരിക്കും. ചോദ്യം 9. 2026 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ ഏത് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്? ഓപ്ഷൻ എ റോസ് ബൗൾ, ബി മെറ്റ്ലൈഫ് സ്റ്റേഡിയം, സി സോഫി സ്റ്റേഡിയം, ഡി AT&T സ്റ്റേഡിയം. The correct answer is
ഓപ്ഷൻ ബി മെറ്റ്ലൈഫ് സ്റ്റേഡിയം. 2026 ഫിഫ ലോകകപ്പ് ഫൈനൽ അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് നടന്നത്. ചോദ്യം 10. ഉദ്ഘാടന മത്സരം. 2026 ഫിഫ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരം ഏത് നഗരത്തിലാണ് നടന്നത്? ഓപ്ഷൻ എ ലോസ് ഏഞ്ചൽസ്, ബി ടൊറന്റോ, സി മെക്സിക്കോ സിറ്റി, ഡി ഡാലസ്. The correct answer is option C, മെക്സിക്കോ സിറ്റി. ഉദ്ഘാടന മത്സരം മെക്സിക്കോ സിറ്റിയിലെ എസ്റ്റാഡിയോ അസ്റ്റേക്കയിൽ നടന്നു. 3 വ്യത്യസ്ത ഫിഫ ലോകകപ്പുകളുടെ ഉദ്ഘാടന മത്സരം വേദിയായ ആദ്യ സ്റ്റേഡിയമാണ് ഇത്.